നിളമണൽ തരികളിൽ നിറനിലാരാവുകൾ പുലരികൾ സന്ധ്യകൾ. എം ജി രാധാകൃഷ്ണൻ സാറിനെ ഓർക്കുമ്പോൾ മണിച്ചിത്രത്താഴ് ഇപ്പോൾ റീ റിലീസിന് ഒരുങ്ങുകയാണ്. അദ്ദേഹത്തിന് അതിന് അവാർഡൊന്നും കിട്ടിയിരുന്നില്ല, ഒന്നും തന്നെ കിട്ടിയിരുന്നില്ല. ഞാൻ ജനിച്ച വർഷമായിരുന്നു റിലീസ് ചെയ്തത് മണിച്ചിത്രത്താഴ്. അതാണ് എനിക്ക് മണിച്ചിത്രത്താഴ് എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിലാകാതെ വരിക. പിന്നെ അതിന്റെ സ്കോർ നമ്മളീ കേൾക്കുന്ന അത് ജോൺസൺ മാഷാണ്. ആ പാട്ട് ചാടി ഭയങ്കര എനർജിയിൽ ഇന്ന് വൈകിട്ടത്തെ പ്രോഗ്രാമിനെ പോലെ ഒന്ന് ചാടി പാടി നോക്കട്ടെ. നാട്ട് 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 പാട്ട് പഠിച്ച് തപ്പടിച്ച് കാട്ട്. ഇങ്ങനത്തെ കുറെ പാട്ട് വരും കേട്ടോ, പ്ലീസ് വിളിക്കൂ. തീർച്ചയായിട്ടും വരും. അവിടെ റെക്കോർഡിങ്ങിന് പോകുമ്പോൾ ഞാൻ വിചാരിച്ചത് ആർക്കും തോൽക്കാതെ സേഫ് സോണാണ് വിചാരിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു. കല്ലും താങ്ങി പോയവൻ എന്നൊക്കെ പറഞ്ഞങ്ങ് പോവാന്ന് വിചാരിച്ചത്. കവിളുകളോ കളഭമയം കാഞ്ചനരേണുമയം ലോലലോലമാണു നിന്റെ അധരം. അതൊക്കെ വയ്യാതായ ഒരു കാലത്താണ് ശരിക്കും ആ പാട്ടൊക്കെ ചെയ്യുന്നത്, ആനന്ദഭദ്രമൊക്കെ. വല്ലപ്പോഴും ചില സോങ്സ് ഒക്കെ കേൾക്കുമ്പോൾ ഇത് കൊള്ളാം, നീ ഇത് പാടിയ രസമായിരിക്കും എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഞാൻ പൂക്കൾ പൂക്കും കവർ ഞാൻ അറ്റംപ്റ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് കവർ ഞാൻ ചെയ്യുന്നതിന്റെ കാരണം തന്നെ പുള്ളിക്കാരിയാണ്. ഈ പൊന്നേന്ന് പറഞ്ഞ സാധനമില്ലേ, വാനം ചായയില്ലേ, ടെൻഷനായിരുന്നു ആ സമയത്ത്. ഡയറക്ടർ എല്ലാരും പൊന്നെ കേൾക്കാൻ ഇങ്ങനെ നിൽക്കുക, പൊന്നെയൊക്കെ മറന്ന അവസാനം പൊന്നെ ആ മൂടായി. ഇതിങ്ങനെ പോവും, കേൾക്കുമെങ്കിൽ പൊന്നെ. ഞാൻ അവസാനം അത് ഡെസ്പറേറ്റ് ആയിട്ട് പാടുന്ന കേൾക്കാം നിങ്ങൾക്ക് അതില്. പൊന്നെ ഒഴുകാനുള്ളിലെ തേനദി വിടരാനുള്ളിലെ വെൺമതി. ബീച്ചേട്ടാ എനിക്ക് ഒന്നുകൂടി ഇതൊന്ന് പാടണമെന്നുണ്ട്. അല്ലാതെ കുഴപ്പമില്ല, നന്നായിട്ടുണ്ടോ ക്ലോസ് ചെയ്യത്. മധുകര സുധാനേ അഭംഗം ഗായൻ ഗായൻ. ഹരിശങ്കറിന്റെ വോയിസിന് ഇപ്പൊ അങ്ങനെ ഒരു സംഗതി ഉണ്ട്. അയ്യോ, അത് ഒരു പക്ഷെ ബ്രേക്ക് ആയത് നാട്ട് ഇറങ്ങിയപ്പോഴാണ് ഇങ്ങനത്തെ പാട്ടും എനിക്ക് പറ്റും എന്നുള്ളത്. കാരണം ഞാൻ ആഗ്രഹിച്ചിരുന്നപ്പോഴാണ്, ഞാൻ അറിഞ്ഞില്ല ഇതുപോലൊരു പാട്ടാണ് RRR അവിടെ റെക്കോർഡിങ്ങിന് പോകുമ്പോൾ ഞാൻ വിചാരിച്ചത് ആർക്കും തോൽക്കാതെ സേഫ് സോണാണ് വിചാരിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പൊ അതൊക്കെ കല്ലും താങ്ങി പോയവൻ എന്നൊക്കെ പറഞ്ഞങ്ങ് പോവാന്ന് വിചാരിച്ചത്. അവിടെ പോയപ്പോഴാണ് ആദ്യം ഞാൻ പാടിയതിലൊരു വേറെ പാട്ടായിരുന്നു. ചെന്നിടമെറിയവേ ഏറ്റുക ഝണ്ട, ശക്തികൾ പെരുകവേ പോറ്റുക ഝണ്ട എന്ന് പറഞ്ഞൊരു പാട്ടായിരുന്നു. ഫുൾ കാളയുടെ ഒരു പാട്ട്. ഞാൻ പറഞ്ഞു ഇത് കൊള്ളാം, ഇങ്ങനൊരു പാട്ട് എനിക്ക് കിട്ടിയല്ലോ. ഞാൻ ഗാഥ വിളിച്ചു പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഒരു സോങ് കൂടി ഉണ്ട്, ഹരി. ഞാനങ്ങനെ പോയപ്പോഴാണ് ഒരു സോങ് കൂടി ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് നാട്ടു പാടുന്നത്. ശരിക്കും പറഞ്ഞാൽ മറ്റേ പാട്ട് പാടാനാണ് പോയത്. പക്ഷെ നാട്ടു എനിക്ക് മനസ്സിലായതേ ഇല്ല സത്യം പറഞ്ഞാൽ. പാട്ട് പാടിയപ്പം എന്താണ് സോങ് ഉദ്ദേശിച്ചതെന്നുള്ളത്. കാരണം അത് മലയാളമായിരുന്നു, ബോറാവരുതെന്നുണ്ട്. നമ്മൾ ഈ മിക്ക പാട്ടുകൾ മലയാളത്തിലേക്ക് വരുന്ന സമയത്ത് ശ്രദ്ധിച്ച് പാടിയില്ലെങ്കിൽ ഒരു ചാനലില് വന്ന പോലെ ഇരിക്കുന്നു എന്ന് പറയാൻ. അപ്പൊ ചാനലിലെ പോലെ ആയിപ്പോയി എന്ന് പറയും. അപ്പം അതിലിട്ട പോലെ ആയി എന്ന് പറയും. അപ്പൊ അതുകൊണ്ട് ഞാൻ അന്ന് ഇടപെട്ടു കുറച്ച് വരികളിലൊക്കെ. ഞാൻ കിരോൺ സാറിന് ചോദിച്ചു, സാർ കുറച്ചൊന്ന് മാറ്റി. സാറ് പക്ഷെ അതിലൊക്കെ ഭയങ്കര ജോളി. സാറ് എന്താ നമ്മുടെ ലെവലിൽ വരും. യു ജസ്റ്റ് കിൽ ദ സോങ് മാൻ, യു ക്യാൻ ഡു ഇറ്റ്, നല്ല ചാടി പാടിക്കുമെന്ന് പറഞ്ഞു. ഇവർ രണ്ടുപേരും ഫ്രണ്ടിൽ നിൽപ്പുണ്ട്, രാജമൗലി സാറും ഫുൾ ഓൺ. ഒന്നും ഒരു ഇതും വേണ്ട, ഒരു ഇൻഹിബിഷനും വേണ്ട. അങ്ങനെ ഞാൻ വിളിച്ച് കുറച്ച് വരിയൊക്കെ മാറ്റി, ഞാൻ തന്നെ കുറച്ച് വരിയൊക്കെ എഴുതി അതിൻ്റെ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് വർക്കായി. ആ പാട്ട് മലയാളത്തിലും വലിയ മോശമില്ലാതെ. ആ പാട്ട് ചാടി ഭയങ്കര എനർജിയിൽ ഇന്ന് വൈകിട്ടത്തെ പ്രോഗ്രാമിനെ പോലെ ഒന്ന് ചാടി പാടി നോക്കട്ടെ. കരിന്തോല് സംഘമാകെ പട്ടിക്കാട്ട് കൂത്തുകാട്ട് പോട്ട് ഗ്രാമതാളം ഒന്ന് പോട്ട് നാട്ടുകൂത്ത് ചിലമ്പാട്ട ചുറ്റിക്കാട്ട് കാട്ട് രണ്ട വെട്ടിക്കാട്ട് ജല്ലിക്കെട്ട് കാളയാട്ടം കൂർത്ത കൊമ്പിൽ കുത്തിക്കാട്ട് നാല് കാല് നാല് തോള് വിരട്ടി താളം ഉരുക്കി കാട്ട്. എൻ പാട്ട് കേക്ക് എൻ പാട്ട് കേക്ക് എൻ പാട്ട് കേക്ക് നാട്ട് 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 കൂത്തുകാട്ട് നാട്ട് 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 പാട്ട് പഠിച്ച് തപ്പടിച്ച് കാട്ട് നാട്ട് 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 കോട്ടമേല വെട്ടിക്കൊടിയ നാട്ട് 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 നാട്ടുകൂത്ത് കാട്ട്. ഇങ്ങനത്തെ കുറെ പാട്ട് വരും കേട്ടോ,
പ്ലീസ് വിളിക്കൂ. തീർച്ചയായിട്ടും വരും. MG ശ്രീകുമാർ കുറെ പാട്ടുകൾ പാടി വെച്ചിട്ടുണ്ട്. അതിന്റെ അപ്പുറം നിൽക്കുന്ന കുറെ പാട്ടുകൾ നിങ്ങൾക്ക് കിട്ടും. കിട്ടട്ടെ. അത് നാട്ടുകാരന് അത് സംഭവിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഈ അടുത്ത് പ്രീതി പിള്ളയും പ്രശാന്ത് പിള്ളയുടെ മ്യൂസിക് ഡയറക്ടർ പ്രീതി പിള്ളയും കൂടെ ഒരു പാട്ട് പാടിയില്ലേ, ജിന്നിലെ പാട്ട്. ജിന്നിലെ പാടാ. പാർട്ട്നേഴ്സിൽ ഇപ്പോ ഒരു പാട്ടുണ്ടായിരുന്നു, ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. ധ്യാനിന് പാടി. മഹാവീര്യരുടെ പാട്ടും നല്ലതായിരുന്നു. അതെ, അതൊരു വളരെ വെസ്റ്റ് ആയിട്ടുള്ളൊരു പാട്ടായിരുന്നു. മലയാളത്തിൽ ഞാൻ പാടിയിട്ടുള്ളതിൽ പ്രതീക്ഷിക്കാതെ ഒരു മൂഡിലുള്ളൊരു പാട്ടാണ് മഹാവീര്യറിൽ. ഇഷാ ചബ്ര കമ്പോസർ. പുള്ളി ഇവിടുത്തുകാരനല്ല, അല്ലല്ല, ആള് നോർത്തിയാണ്. റഹ്മാന്റെ ഒക്കെ കൂടെ വർക്ക് ചെയ്യുന്ന ആളാണ്. ഒരുപാട് പേർക്ക് പ്രോഗ്രാമിങ് ചെയ്യുന്ന. അങ്ങനെ ഈ പാട്ട് എബ്രിഡ് ഷൈൻ സാറാണ് ആദ്യം. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം ഒരു രാജസ്ഥാനി ഇതെങ്ങനെ മലയാളത്തിൽ വന്നു. ഞാൻ അതായിരുന്നു എനിക്ക് ഏറ്റവും, അപ്പോഴാണ് പറഞ്ഞല്ലേ ഇതൊരു സിംഗർ പാടുന്ന സിറ്റുവേഷൻ ആണ്. ഓക്കെ, അതുകൊണ്ടാണ്, അല്ലാതെ ഇത് അങ്ങനെ വരാൻ ചാൻസ് ഇല്ല. അതെ, അത് രസമുള്ള പാട്ടാണ്. അയ്യോ ഭയങ്കര. മധുകര സുധഗാനേ മധുകര സുധഗാനേ അഭംഗം ഗായൻ ഗായൻ സായന്തം ഗായൻ വിസരതി മനസോനേ അഭംഗം ഗായൻ ഗായൻ വിസരതി മനസോനേ. ഇങ്ങനെ പോവും. അതെങ്ങനെയാ എനിക്കത് കുറേ ഉണ്ട്. അപ്പൊ കേൾക്കാത്തൊരു കേൾക്കണം. നല്ലൊരു പാട്ടായിരുന്നു. നല്ല പാട്ടാണ്, നല്ല സോങ്, നല്ല മ്യൂസിക്കും നല്ല അറേഞ്ച്മെന്റ്സും. ബിജുപാലിന്റെ മ്യൂസിക്കിന് നമ്മുടെ ഈ ലെജൻസിന്റെ തുടർച്ചയുണ്ട്. ഇപ്പോൾ MJ ജയചന്ദ്രൻ വരെ എത്തി നിൽക്കുകയും എന്നിട്ട് ബിജുപാലിലേക്ക് കൈമാറിയത് പോലെയാണ് നമുക്ക്. ദീപക് ദേവ് ശരിക്കും വേറൊരു സ്റ്റൈലിലാണ് പോയത്. ബിജുപാല് മറ്റേ സ്റ്റൈലിനെ തുടർന്ന് ഇങ്ങനെ വന്നതുപോലെ തോന്നി. ഒരുപാട് പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. ഏറ്റവും എനിക്കിഷ്ടമുള്ള കാര്യം, ബിജുന്റെ പാട്ടുകൾ പാടാനുള്ള സമയം വളരെ ചെറുതാണ്. പെട്ടെന്ന് റെക്കോർഡിങ് കഴിയും. നമുക്ക് ഇംപ്രവൈസേഷൻ ഒന്നും നടക്കില്ല. അതൊന്നും അവിടെ നടക്കില്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് പാടണം. ഒരു ടേക്ക് എടുത്തു കഴിഞ്ഞാൽ അത് മോശമാണെങ്കിലും അതവിടെ ഇരിക്കും. അതുകൊണ്ട് ഞാൻ കുറച്ച് ശ്രദ്ധിച്ച് ഞാൻ പറയാറുണ്ട്, ബീച്ചേട്ടാ എനിക്ക് ഒന്നുകൂടി ഇതൊന്ന് പാടണമെന്നുണ്ട്. ഇല്ല, അത് കുഴപ്പമില്ല, നന്നായിട്ടുണ്ടെന്ന് ക്ലോസ് ചെയ്യും. ഇനി എന്തിനാ പാടുന്നു, വെറുതെ ഒരേ വരി തന്നെ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കണോ? ഇല്ല, ഇനി കുറച്ചും കൂടി. എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും കൂടുതൽ പാടിയിട്ടുള്ള ഇപ്പം മലയാളത്തിൽ ബിച്ചേട്ടനാണ്. കമ്പോസിഷൻസിന് ഒരു നാടൻ ഒരു ചായവുണ്ട്. അതിൽ ഞാൻ ആദ്യം പാടിയത് വികൃതി എന്ന് പറഞ്ഞ മൂവിയിൽ. ചില്ലയിലെ തൂമഞ്ഞിൻ തുള്ളികളിൽ മെയ്മിന്നി കുങ്കുമ സൂര്യൻ ഊഞ്ഞാലാടും നേരം ഉയിരുകൾ തലോടി ഒരു നറുമണം മലരുകൾ വിരിഞ്ഞ കഥ പറയവേ ആകാശം നോക്കി കണ്ണിൽ സ്വപ്നം തൂവൽ വീശുന്നു പുതുമകളുമായി വരിക പുലരി ചൊടിയിലൊരു പാട്ടിൻ വരികളരുളി. ഇങ്ങനൊരു പാട്ടായിരുന്നു, നല്ല പാട്ടായിരുന്നു. ഈ വൺസ് അപ്പോൺ എ ടൈം കൊച്ചിയിലെ നാദൃശയുടെ മ്യൂസിക്കിലാണ് തൂവൽ നില തൂവെണ്ണില നീ എന്നില ഞാൻ നിന്നില നീ ജീവൻ നില മൗനമായി പിന്നെയും മാനസം തേടിയോ പോയൊരാ നാളിലെ പൊൻപീലികൾ. അങ്ങനെ പാട്ടായിരുന്നു. അതെ അതെ അതെ, അത് നല്ല രസമാണ്. അദ്ദേഹത്തിന്റെ കമ്പോസിങ്ങും സിമ്പിൾ ട്യൂണാണ്, കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാതെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സോങ് ആയിരുന്നു. പുതിയ കാലഘട്ടത്തിന്റെ മ്യൂസിക് ഡയറക്ടേഴ്സ് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാനേതോ പഴഞ്ചന അല്ല, അങ്ങനെയല്ല. ഹരിശങ്കറിന് രണ്ടും അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ട്. ഒന്ന് കണ്ടു വളർന്നത്, അവിടുത്തെ ലെജൻഡറി ആയിട്ടുള്ള കുറേ ആൾക്കാരെ കണ്ടു വളരാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. പുതിയ ആൾക്കാരുടെ അടുത്താണ് വർക്ക് ചെയ്യുന്നത്. പുതിയ കാലഘട്ടത്തിന്റെ സിംഗറാണ്. അപ്പം ഇപ്പോൾ തിയേറ്ററിനകത്ത് ഭയങ്കരമായിട്ടുള്ള രസം ഉണ്ടാക്കുന്ന, ഒരു ആവേശം ഉണ്ടാക്കുന്ന, ഒരു പ്രകമ്പനം, സുഷിൻ ശ്യാമിനെ പോലെയുള്ള ആൾക്കാരൊക്കെ ചേരുന്ന ഒരു സംഗതിയുണ്ട്. ഒപ്പം ഈ റാപ്പ് ഇവിടെ കയറി വരുന്നുണ്ട്. ഇപ്പോൾ ബേബി ജി ഡാപ്സിയും തിരുമാലിയും വേടനും ഒക്കെ കൂടെ ചേർന്നിട്ട് കുറച്ചൊരു സീൻ മാറ്റിയെടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഇയാളുടെ ധീരജിന്റെ വല്ലാത്ത ജാതിയൊക്കെ ഇറങ്ങുന്ന സമയത്ത് നമുക്കത് പ്രകടമാണ് അതിനകത്ത്.
അപ്പം ആ ഏരിയയിലൊക്കെ നമ്മൾ കുറച്ചുകൂടെ യങ്ങായി വരികയാണ്. അപ്പോൾ യങ്സ്റ്റേഴ്സിന്റെ പാട്ടുകൾ കുറെ വരേണ്ടതുണ്ട്. ആ തോട്ടിലും ആ പാട്ടുകളും ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഗാഥയ്ക്ക് ഇഷ്ടമുള്ളത് ബേബി കായ് 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 പോലെയുള്ള പാട്ടുകളൊക്കെ, ഇതൊക്കെ വരുന്ന സമയത്ത് ഇതിനോടൊക്കെ ഒരു ആകർഷകത്വം എങ്ങനെയാണ് കാണുന്നത്? ഞാനും എൻജോയ് ചെയ്യാറുണ്ട്. എനിക്കിപ്പോ വല്ലാത്ത ജാതി ഭയങ്കര ഇഷ്ടപ്പെട്ട, അതിന്റെ വീഡിയോ ആണെങ്കിലും എല്ലാം കൊണ്ടും ഇറ്റ്സ് എ ഗുഡ് സോങ്. ക്വാളിറ്റി മൊത്തത്തില് നല്ലൊരു ക്വാളിറ്റി പ്രൊഡക്റ്റ് ആയിരുന്നു. എന്താണെങ്കിലും അവസാനം ക്വാളിറ്റിയാണ് മാറ്റർ ചെയ്യുന്നത്. എന്താണെങ്കിലും ക്വാളിറ്റി ഇല്ലെങ്കിൽ ആൾക്കാരത് അപ്പൊ തന്നെ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യും, ഇത് വളരെ മോശമായിട്ടുണ്ട് കേട്ടോ എന്ന് പറയും. അതിപ്പോ ഹിപ്പ് ഹോപ്പ് ആണെങ്കിലും നമ്മുടെ പാട്ടിലാണെങ്കിലും എന്ത് ജോണർ ആണെങ്കിലും കേൾക്കുന്നവനത് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ എൻജോയബിൾ ആയിരിക്കണം. അറ്റ്ലീസ്റ്റ് അത് നമുക്കും ഗ്രൂവ് ചെയ്യാൻ പറ്റണം. നമുക്ക് പല കാരണത്താലായിരിക്കും, റീസൺസിലായിരിക്കും ഇറക്കുന്നത്. രാഷ്ട്രീയം പറയാനായിരിക്കാം, എക്സ്പീരിയൻസസ് പറയാനായിരിക്കാം. പക്ഷെ അൾട്ടിമേറ്റ്ലി മാറ്റർ ചെയ്യുന്നത് കേൾക്കുന്നവർക്ക് ഇത് അകത്തോട്ട് കയറുന്നുണ്ടോ, അല്ലെങ്കിൽ അത് ദഹിക്കുന്നുണ്ടോ, അത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ, അത് എൻജോയബിൾ ആണോ. ഇതല്ലെങ്കിൽ പിന്നെ അത് ചെയ്തിട്ട് നമ്മൾ തന്നെ മനസ്സിലാക്കുക പകുതിയാകുമ്പോൾ ഇത് നമുക്ക് കേൾക്കാം, ബാക്കിയുള്ളവർ കേൾക്കണ്ട എന്നുള്ളൊരു ഡിസിഷനിലെത്തി പതുക്കെ അത് ചാപ്റ്റർ ക്ലോസ് ചെയ്യുന്നതല്ലോ. അപ്പോൾ അങ്ങനത്തെ എന്താണെങ്കിലും ക്വാളിറ്റി, ഇഫ് ദർ ഇസ് ക്വാളിറ്റി, ആൾക്കാരത് ഷുവറായിട്ടും എൻജോയ് ചെയ്യും. ഇപ്പോൾ ഹരിശങ്കർ ഷോ ഒക്കെ ചെയ്യുന്ന ആളായതുകൊണ്ട് ഇവരുടെയൊക്കെ ഷോയിലൊക്കെ ഒരു ലോക്കൽ ബോയെ പോലെ നിന്നിട്ട് ഒബ്സർവ് ചെയ്യുമോ? അവിടെ പോയി നിൽക്കാറുണ്ടോ? ഞാൻ ഷോസ് ഒക്കെ കാണാറുണ്ട്. ടെലിവിഷനിലല്ലാതെ ഞാൻ പോവാറുണ്ട്. ഗ്രൗണ്ടിൽ പോയി നിൽക്കാറുണ്ട്, മാസ്ക് ഒക്കെ വെച്ചിട്ട്. ഞാനല്ല ഉണ്ണി ഇത് അങ്ങനെ പോയി നിൽക്കും. പക്ഷെ നമുക്കതൊരു എക്സ്പീരിയൻസ് ആണ്. ബാക്കിയുള്ളവരുടെ ഷോസ് കാണുമ്പോഴും നമ്മൾ ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റും. നമ്മൾ പഠിക്കാനും കുറേ ഉണ്ട് നമുക്ക്. ഓക്കെ, ഇങ്ങനെയൊക്കെ ഷോ കൊണ്ടുപോവാം എന്നുള്ള ഒരു കാര്യവും കിട്ടും. എനർജി എല്ലാം അത് കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ അങ്ങനെ ഷോയിൽ ഉറപ്പായിട്ടും നമ്മളും ഇൻസ്പയർഡ് ആവുകയാണ്. നമ്മളും ഒരിക്കലും ഞാൻ നാളെ ഒരു ഹിപ്പ് ഹോപ്പ് പാടില്ല, അത് ഉറപ്പാണ്. അതെനിക്കറിയില്ല ഇനി അത് ചെയ്യുമോ എന്നുള്ളത്. പക്ഷേ അതിനുള്ള ചാൻസ് വളരെ കുറവാണ്. ഞാൻ എൻ്റെതായിട്ടുള്ള ഒരു രീതിയിൽ മൂവ് ചെയ്യുന്ന ഒരു ആളാണ്. എൻ്റെ ഇനിയിപ്പോൾ കുറച്ച് സിംഗിൾസ് വരുന്നുണ്ട്, എൻ്റെ ഓൺ ആയിട്ടുള്ള കുറച്ച് സോങ്സ്. എനിക്ക് ഇഷ്ടപ്പെട്ട, ഞാൻ ആഗ്രഹിച്ചിരുന്ന പോലത്തെ സോങ്സ് ഐ ആം റിലീസിങ്. അപ്പോൾ അതാണിപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. കവറല്ല, ഒറിജിനൽസ് ആണ്. അപ്പോൾ ഇത്രയും കാലം ഞാൻ അതിനുവേണ്ടി അങ്ങനെ സമയം മാറ്റി വെച്ചിരുന്നില്ല. ആഗ്രഹിച്ചിരുന്നു, പക്ഷേ ഇപ്പോഴാണ് ഒരു ആഗ്രഹം മൂത്ത് ഇറക്കണം എന്നുള്ളൊരു ഡിസിഷനിൽ എത്തിയത്. എന്ത് ടൈപ്പാണെന്ന് ഞാൻ ചോദിക്കില്ല, ഞങ്ങളെല്ലാം എന്തായാലും പ്രേമിക്കും. എല്ലാവർക്കും പ്രേമിക്കാൻ പറ്റിയ കുറച്ച് നല്ല പ്രേമപാട്ടുകളല്ല, എന്തായാലും പ്രേമപാട്ടുകളല്ല, ഒരെണ്ണം ചിലപ്പോൾ ആയിരിക്കാം, പക്ഷെ കൂടുതലും പ്രേമപാട്ടുകളല്ല. പ്രേമം ഇല്ലാതെ പറ്റില്ല, പറ്റണ്ട. ഹരിശങ്കർ, ഇപ്പോൾ അജയന്റെ രണ്ടാം മോഷണം വരെയാണ്, നമ്മൾ ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പടമാണ്. അതിന്റെ പാട്ട് പാടിക്കഴിഞ്ഞല്ലോ. അതിനെപ്പറ്റി ആദ്യം പറയേണ്ടത് അതിന്റെ ഡയറക്ടർ ജിതിൻ ലാൽ, മൈ ക്ലോസ് ബഡി എന്നൊക്കെ പറയാം. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചില്ലെന്നേ ഉള്ളൂ, പക്ഷേ കുറേ നാളത്തെ ഒരു സുഹൃത്ത് ബന്ധമാണ്. അപ്പം ജിതിൻ്റെ എല്ലാവരും ഒറ്റുനോക്കുന്നൊരു മൂവിയാണ് അജയൻ്റെ രണ്ടാം മോഷണം. ടൊവിനോയുടെയും കരിയറിലൊരു വേറിട്ടൊരു കഥാപാത്രമായിരിക്കും. ഇതുവരെയും ചെയ്തൊരു പാറ്റേൺ അല്ല. അപ്പോൾ അതൊരു പീരീഡിലുള്ള, അങ്ങനെ പീരീഡ് കൈൻഡ് ഓഫ് മൂവിയാണ്, ഒരു കാലഘട്ടം പറയുന്ന ഒരു മൂവിയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു പാട്ടുമാണ്, വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പാട്ടാണ്. ഇറ്റ്സ് കമ്പോസ് ബൈ ദിബു നിനൻ എന്ന് പറഞ്ഞ കമ്പോസറാണ്. അദ്ദേഹമാണ് എന്നെ ആദ്യമായിട്ട് തമിഴിലും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടാമത്തെ സോങ്ങാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്ന. നല്ലൊരു പാട്ടാണ്, എല്ലാവർക്കും എൻജോയബിൾ ആയിട്ടുള്ളൊരു. ബാക്കി ഞാൻ പറയുന്നില്ല, അത് കേട്ട് ആസ്വദിക്കുക. റിലീസ് ചെയ്തില്ല, അയ്യോ കൊല്ലും. അവിടെ ഒന്നാമത് ഒരു പീരീഡ് മൂവി ആയതുകൊണ്ട് കുറെ ആയുധങ്ങൾ ഇരിപ്പുണ്ട്, എല്ലാം കൂടി എടുത്ത് എറിയും. ഈ അന്യഭാഷകളിൽ പാടിയ മറ്റേ ഇഷ്ടപ്പെട്ട ഒരു പാട്ടും കൂടെ പാടും. കന്നഡ ഇപ്പം ഞാൻ കുറച്ച് മൂവീസിൽ പാടി. ഇപ്പം സപ്തസാഗരയിൽ പാർട്ട് ബിയിൽ ഒരു സോങ് പാടിയിരുന്നു, നല്ല സോങ് ആയിരുന്നു. ധരേ നീടിദാസരേ തേരേ ഈ ನೆನಪಿನ ಸೆರೆ ದೂರದ ಸಾಗರ ಕೂಗಿ ಕರೆಯಿತೆ ತೀರಕ್ಕೆ ಅಲೆಗಳು ವಿಲಾಸ ಹೇಳಿದೆ
ಮನವು ಹಗುರಾಯ್ತೇಗೆ ಗಂಗೆ ಧರೆಗಿಳಿದ ಹಾಗೆ ಕಾಗೆ ನಹೆಗೆ ನಿನ್ನ ಬೀಳ್ಕೊಡುಗೆಗೆ. ഒരു പാട്ടാണ്. ഈ മെലഡി ആകുമ്പോൾ അർത്ഥം പറഞ്ഞു തരുമോ? ഫീല് ഞാൻ മെയിൻലി നോക്കുന്ന ഡിക്ഷൻ കറക്റ്റ് ആണോ പറയുന്നതെന്ന് ചോദിക്കാറുണ്ട്. കാരണം ഒന്നും അറിഞ്ഞൂടാതല്ലേ പാടുന്നത്. അതെ അതെ അതെ. അതുകൊണ്ട് മീനിങ് മനസ്സിലാക്കും, എന്താണ് മൂഡ്, സിറ്റുവേഷൻ. പിന്നെ ഒരാൾ ഹെൽപ്പ് ചെയ്യാൻ എന്തായാലും കാണും, പറഞ്ഞു തരാനാണ് മൊത്തത്തില്. ഈ ഇഷ്ടപ്പെട്ട പാട്ടുകളിൽ ഗാഥയ്ക്ക് ഇഷ്ടപ്പെട്ട പാട്ട് ഞാൻ ഇതൊക്കെ ചോദിച്ചില്ല. ഗാഥയ്ക്ക് ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ? ഈ ഹരിശങ്കർ പാടിയിട്ടുള്ള ചില്ലയിലെ ഇഷ്ടം ബിജി ചേട്ടന്, ബിജി പാലിന് ഞാൻ പാടിയ പാട്ട് നേരത്തെ പാടി. ഈ സോക്കോൾഡ് പാട്ടുകളൊന്നും ഇഷ്ടമല്ല, അതൊന്നും അത്ര പിടിക്കണില്ല. ഞങ്ങളെയൊക്കെ പ്രേമിച്ച് ഈ വഴിയാക്കിയിട്ട് ഗാഥയ്ക്ക് ഇഷ്ടമില്ല എന്ന്. ഗാഥേ എങ്കിലും ഇത് ഈ പാട്ടുകളിലൊന്നും ഇഷ്ടമല്ല. പവിഴമഴയും ഞാൻ ഒരുപാട് വട്ടം ആ പാട്ടുകൾ അല്ലാതെ ഞങ്ങളുടെ ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിൽ അവരൊക്കെ എപ്പോഴും വരി കൊണ്ട് പാടിപ്പിക്കുന്നതായിട്ടുള്ള ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഈ പാട്ട് ഒത്തിരി പേരിൽ അങ്ങനെ എത്തിയിട്ടില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ക്ലോസ് ടു പാട്ടാണ്. ഇത് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ഒരു മ്യൂസിക്കൽ കുടുംബം, എം ജി രാധാകൃഷ്ണൻ സാറിൻ്റെ ടീച്ചറുടെ, ഓമനക്കുട്ടി ടീച്ചറുടെ, എം ജി ശ്രീകുമാറിൻ്റെ, ഇങ്ങനെ ഒരുപാട് പേരുടെ ലെജൻസ് ആണ്. അമ്മ ഉൾപ്പെടെ എല്ലാവരും പാടും. അമ്മ പ്ലേ ബാക്ക് സിംഗറാണ്, ഒരു പാട്ട് പാടിയിട്ടുണ്ട്. അതൊക്കെ രവിമേനോന്റെ ഇന്റർവ്യൂ നമുക്ക്. അമ്മ കുമ്മാട്ടി എന്ന് പറഞ്ഞ സിനിമ, അതെ അതെ, അരവിന്ദൻ സാറിന്റെ. അതില് മാനത്തെ മുട്ടോളം തലയെടുത്ത് തന്നാന താനന്ന മാലചേലത്താനറ്റിയ കുമ്മാട്ടി, മുത്തശ്ശി കഥയിലെ കുമ്മാട്ടി എഴുന്നള്ളത്ത് കുമ്മാട്ടി. ഇതാണ് പാട്ട്. ഭയങ്കര രസമുള്ള പാട്ടാ. ഭയങ്കര അന്നത്തെ കാലത്ത് അതൊക്കെ എങ്ങനെ ചിന്തിച്ച് അവര് ചെയ്തു. എനിക്ക് താത്തയൊക്കെ ഗംഭീരമായിട്ട് ചെയ്ത പാട്ടുള്ളത്. താത്തയുടെ ഫേവറേറ്റ് സോങ് എം ജി രാധാകൃഷ്ണൻ അല്ലേ? അതെ അതെ. സാറിന്റെ തിരനുരയും ചുരുൾമുടിയിൽ എന്നെ കൊണ്ട് ഒരുപാട് പാടിക്കുമായിരുന്നു ആ പാട്ട്. കാരണം താത്തയ്ക്ക് വയ്യാതായ ഒരു കാലത്താണ് ശരിക്കും ആ പാട്ടൊക്കെ ചെയ്യുന്നത്. ആനന്ദഭദ്രമൊക്കെ അത്ര ഒരു ഹെൽത്തി ആയിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്ക് ICUലൊക്കെ വയ്യാതിരുന്നപ്പോഴാണ് കമ്പോസ് ചെയ്തിരുന്നത്. അത്രയും അവസ്ഥയിലായിരുന്നു. അപ്പൊ എന്നെ കാണുമ്പോൾ റേടാ തിരുവനന്തപുരം ഒരു രണ്ടുപേര് പാടിയിട്ട് പോകുന്നത്. ആളുകളൊക്കെ വരുമ്പോ അങ്ങനെ പറയും, അയ്യോ അവിടെ ഞാൻ മുങ്ങും. അപ്പം എന്തെങ്കിലും ഒരു ടാസ്ക് ഏൽപ്പിക്കും, എനിക്കവിടെ എന്ന് പറഞ്ഞിട്ട് അങ്ങ് തുടങ്ങാൻ പറയും. അതുകൊണ്ട് പേടിയേ ആദ്യമേ. അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ വരുമ്പം അവിടെ വരുന്നതൊക്കെ നമ്മുടെ വീടിന്റെ ഒരു 2 സൈഡുണ്ട്. അപ്പൊ അതൊരു ഭയങ്കര സെലിബ്രിറ്റി സൈഡാണത്. കൊച്ചിലെ അവിടെ എല്ലാരും ലാലേട്ടൻ, ദാസ് സാറ്, ഇവരൊക്കെ ആ സൈഡിൽ ഇങ്ങനെ വന്ന് കേറുമ്പോ ഞാൻ അപ്പോഴേ ഒളിച്ച് ഏത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഓടും. വെറുതെ എന്തിനാ അവരുടെ മുമ്പിൽ നിന്ന് ചമ്പുന്നത്? അതുകൊണ്ട് ഓടും. ചെറുപ്പത്തിലൊക്കെ ഏറ്റവും കൂടുതൽ പാടിയിരുന്ന മഞ്ഞക്കിളിയാണെന്ന് കേട്ടിട്ടുണ്ട്. മഞ്ഞക്കിളിയായിരുന്നു. ഞാൻ എന്തിനാ വന്ന, എല്ലാം അറിയാലോ എന്നെ പറ്റി, ഇനി പറയേണ്ട ആവശ്യമില്ല. തിരനുരയും തിരനുരയും ചുരുൾമുടിയിൽ സാഗര സൗന്ദര്യം, തിരി തെളിയും മണിമിഴിയിൽ സുരഭില സൂര്യകണം, കവിളുകളോ കളഭമയം കാഞ്ചനരേണുമയം, ലോലലോലമാണു നിന്റെ അധരം തിരനുരയും ചുരുൾമുടിയിൽ സാഗര സൗന്ദര്യം. അസാധ്യമായിരുന്നു ആ ക്യാരക്ടറൈസേഷനും പാട്ടും ഒക്കെ കൂടെ ചേർന്നിട്ട്. കിടിലം പടം, കിടിലം സീൻ, കിടിലം പാട്ട്, എല്ലാം കൊണ്ടും ഒരു തികഞ്ഞ പാട്ട്. അടിപൊളിയായിരുന്നു. എം ജി രാധാകൃഷ്ണൻ സാറിനെ ഓർക്കുമ്പോൾ മണിച്ചിത്രത്താഴ് ഇപ്പോൾ റിലീസിന് ഒരുങ്ങുകയാണ്. ആണോ? ഇപ്പോൾ ഉടനെ വരും. അത് ഓൾറെഡി പണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതിനകത്ത് സൗണ്ടിങ് ഒക്കെ പുതിയ രീതിയിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേറൊരു തരം എക്സ്പീരിയൻസ് ഉണ്ടാവും തിയേറ്ററിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. താത്ത കാണാനില്ലല്ലോ എന്ന് ആലോചിക്കാം. അതൊക്കെ അദ്ദേഹത്തിന് അതിന് അവാർഡൊന്നും കിട്ടിയിരുന്നില്ല ആ വർഷം, ഒന്നും തന്നെ കിട്ടിയിരുന്നില്ല. ഇങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ എനിക്കൊന്നും ഞാൻ ജനിച്ച വർഷമായിരുന്നു റിലീസ് ചെയ്തത് മണിച്ചിത്രത്താഴ്. അപ്പം ഭയങ്കര ലക്കി ബോയ് എന്നൊക്കെ ഉള്ളൊരു ഇതുണ്ടായിരുന്നു വീട്ടില്. അപ്പം കൊള്ളാൻ വന്ന് അതില് താത്ത ഒരു 1 മന്തിലാണ് ആ കമ്പോസിഷൻ കംപ്ലീറ്റ് കഴിഞ്ഞത്, തീർത്തത്. അത് ഇപ്പോഴും എടുക്കുമ്പോ ആ
സോങ്സ് എന്ത് പാട്ടുകളാണ് ചെയ്തു വെച്ചേക്കുന്നത്. ഇപ്പോൾ അത് റീ റിലീസ് എന്ന് പറയുമ്പോൾ ഞാനിത് ഇപ്പോഴാണ് അറിയുന്നത്. നന്നായിട്ട് ആ സിനിമയെക്കുറിച്ച് ഹരിശങ്കർ ഒബ്സർവ് ചെയ്തിട്ടുണ്ടാവും. ആ ഒബ്സർവ് ചെയ്ത മ്യൂസിക്കലായിട്ടുള്ളൊരു ഒരു തോട്ട് ഉണ്ടാവുമല്ലോ, മണിച്ചിത്രത്താഴ് നിന്ന് കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന ചിലപ്പോൾ ചില സ്വരങ്ങളൊക്കെ ആയിരിക്കും ഇപ്പോൾ മനസ്സിൽ വന്നിട്ടുണ്ടാവും. അതാണ് എനിക്ക് മണിച്ചിത്രത്താഴ് എന്ന് പറയുമ്പോൾ അതെ, എല്ലാവരുടെയും മനസ്സിലാകാതെ വരിക. അത് ആദ്യം രാജാ സാറാണ് ചെയ്യാനിരുന്നത് ആ പടത്തിന്റെ മ്യൂസിക്. പിന്നെയാണ് താത്തയിലേക്ക് എത്തുന്നത്. അപ്പൊ താത്ത ആദ്യം അത് സമ്മതിച്ചില്ല, അല്ലെങ്കിൽ അതിൽ നിന്ന് പിന്മാറി എന്നാണ് കേട്ടിട്ടുള്ളത്. കാരണം ഇതുപോലൊരു വെയിറ്റ് ഉള്ളൊരു മൂവി ചെയ്യാന്ന് പറയുന്നത് ഒരു കമ്പോസറിനെ സംബന്ധിച്ച് അത്യാവശ്യം ഒരു ചലഞ്ചാണ്. എസ്പെഷ്യലി അതിന്റെ ക്ലൈമാക്സിലൊരു പാട്ട് വേണം. ആ പാട്ടാണ് ക്ലൈമാക്സിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ താത്ത അത് ഒരു മാസത്തില് ബിജു തിരുമൽ സാറും താത്തയും, പിന്നെ അതിന്റെ സ്കോർ നമ്മൾ ഈ കേൾക്കുന്ന അത് ജോൺസൺ മാഷാണ് ചെയ്തത്. ജോൺസൺ മാഷിന്റെ ഒരു ബ്രെയിനാണ് അവിടെ. എന്നാൽ വേറെ ഈ പറഞ്ഞ ട്രഡീഷണൽ ആയിട്ടുള്ള പല സിറ്റുവേഷൻസിലും ആഹിരി എന്ന് പറഞ്ഞ രാഗം, അതിന്റെ യൂസേജ്, അത് ആ തെക്കിനി കാണിക്കുമ്പം എനിക്കതിൽ ഏറ്റവും ഇഷ്ടം ശോഭന ഇങ്ങനെ നടന്ന് മേളിലോട്ട് പോവാ തപ്പി പോകുന്ന സമയത്തൊരു സ്കോറുണ്ട്. എനിക്ക് അതാണ് മണിച്ചിത്രത്താഴിലെ ഫേവറേറ്റ്. എൻ്റെ ഈ പറഞ്ഞ എല്ലാ പാട്ടുകളെക്കാളും ഭയങ്കര ഹോണ്ടിങ് ആ ഒരു മെലഡി. ഭയങ്കര ഒരു ഹൊററും നമുക്ക് ഫീൽ ചെയ്യും. അവരുടെ ഒരു ട്രഡീഷനും ആ കൊട്ടാരവും, പിന്നെ അതൊക്കെ താത്ത എങ്ങനെ ചെയ്തു ഇപ്പോഴാലോചിക്കുന്നു. ഇപ്പൊ ഉണ്ടായിരുന്നെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യായിരുന്നു. എങ്ങനെ ചെയ്തു എന്നൊക്കെ ചോദിക്കായിരുന്നു. പക്ഷെ അതൊന്നും നമുക്ക് ഇപ്പൊ എന്താ പറയാ, ഞാനത് ചേട്ടനൊക്കെ ആയിട്ടാണ് ഷെയർ ചെയ്യുന്നത്. അന്ന് എങ്ങനെയായിരുന്നു ഇത് ചെയ്തിരുന്നത്? അതൊന്നും ഇല്ലടാ, താത്ത ചുമ്മാ ഒരു ടേപ്പ് റെക്കോർഡർ എടുക്കും, അപ്പം പാടും, അത്രേ ഉള്ളൂ പുള്ളിയുടെ. അങ്ങനെ ഒരുപാട് ചിന്തിച്ച് ഞാൻ ഇങ്ങനെ ചെയ്യാം അങ്ങനെയൊന്നും അല്ല കമ്പോസ് ചെയ്യുന്നത്. ഭയങ്കര പെട്ടെന്ന് കമ്പോസിങ് കഴിയുന്നൊരു മൂഡായിരുന്നു.